2047 ഭാരതം ഒരു വികസിത രാജ്യമാകണം. സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷം. അതിനെപ്പറ്റി ഒരിക്കൽ നരേന്ദ്രമോദിജി പറഞ്ഞത്, ഈ കഴിഞ്ഞ 100 വർഷ കാലഘട്ടത്തിലെ നമ്മുടെ തലമുറകളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്നാണ്. അവരുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരം. ജനങ്ങളെ നയിച്ചവര്, ജനപ്രതിനിധികള്, അവരുടെ എല്ലാം സ്വപ്നം അവരുടെ അധ്വാനത്തിന്റെ ആ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത് 100 വർഷമാകുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിനദ്ദേഹം പലപ്പോഴും ജനപ്രതിനിധികളെ പറ്റിയും സാധാരണ മനുഷ്യരെ പറ്റിയും ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ഈ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 77 വർഷത്തിനിടയിൽ ഒരു ജനപ്രതിനിധി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു ജനപ്രതിനിധി തന്റെ ഗ്രാമത്തിൽ നിന്ന് 8 മീറ്റർ വീതിയില് ഒരു റോഡ് അദ്ദേഹം നിർമ്മിച്ച് മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിലായാലും വികസിത ഭാരതത്തിനുള്ള സംഭാവന ആ മെമ്പർ നൽകിയിരിക്കുന്നു, കൗൺസിൽ നൽകിയിരിക്കുന്നു, പഞ്ചായത്ത് മെമ്പർ നൽകിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ സൈക്കിളിൽ വരുമായിരിക്കും, നടന്നു വരുമായിരിക്കും, അങ്ങനെയൊക്കെ വന്നിട്ട് മെയിൻ റോഡിൽ വന്നിട്ട് ആൾക്കാർ സഞ്ചരിക്കുമായിരിക്കും. പക്ഷെ ആധുനിക യുഗത്തിന് വേണ്ടത് 8 മീറ്ററെങ്കിലുമുള്ള ഒരു റോഡല്ലേ. ഇപ്പൊ ഓരോ മെമ്പർമാരും ഓരോ ജനപ്രതിനിധികളും എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അതായത് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ്. അതുപോലെ ഒരിക്കലും അദ്ദേഹം മാതാപിതാക്കളോട് അദ്ദേഹം പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, നിങ്ങളുടെ കുട്ടിക്ക് സ്കിൽ ട്രെയിനിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ആധുനിക യുഗത്തിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങളുടെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സംഭാവനയാണ്. ഇപ്പൊ ഉദ്ദേശിക്കുന്നത് സാധാരണ വ്യക്തികൾ മുതൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ മുതൽ MLA-മാര്, MP-മാര്, മന്ത്രിമാര്, മുഖ്യമന്ത്രിമാര്, ഭാരതത്തിലെ മന്ത്രിമാര്, പ്രധാനമന്ത്രിമാര് എല്ലാവരും ചെയ്ത ആ അധ്വാനത്തിന്റെ സേവനത്തിന്റെ സാക്ഷാത്കാരം അത് 2047 നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, ഇന്നത്തെ ചെറുപ്പക്കാരുടെ 20-25 ഒക്കെ വയസ്സുള്ള കുട്ടികളുടെ മക്കളായിരിക്കുമെന്ന ന്യൂജൻ എന്ന് പറയുന്നത്, അവർക്ക് വേണ്ടി അവരുടെ മക്കൾ ജനിച്ചു വീഴുന്നത് ഒരു ആധുനിക രാജ്യത്താകാൻ വേണ്ടിയാണ് ഈ പരിശ്രമങ്ങൾ. ഈ സാമൂഹ്യ സേവനം നടത്തുന്ന അവസരത്തില് നമ്മുടെ തീർച്ചയായിട്ടും ഓർമ്മകളിൽ അതുണ്ടാകും. അതുപോലെ നമുക്ക് മുമ്പുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ സംഭാവനകൾ അതെന്നും അത് നമ്മൾ സ്മരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്ഥാപനങ്ങള്, സർക്കാരുകള് എല്ലാം തന്നെ തുടർച്ചയാണ്, ജനങ്ങളുടെ ജനഹിതത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും ആ രീതിയിലായിരിക്കണം എന്നാണ് ജനാധിപത്യ സങ്കല്പം. ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ കൂടുതൽ, മറ്റൊരു കാലഘട്ടത്തിൽ കുറവുമുണ്ടാകും. പക്ഷെ എല്ലാ കാലഘട്ടത്തിലെയും സംഭാവനകൾ അത് മനസ്സിലോർത്തുകൊണ്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പറയുകയുണ്ടായി, എൻ്റെ രാഷ്ട്രീയ ഗുരു രാജേട്ടൻ ഇന്നിപ്പോൾ അദ്ദേഹവുമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരികയാണ് പ്രസ് ക്ലബിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരാൾ വന്നു കഴിഞ്ഞ് അയാളുടെ രാഷ്ട്രീയം നോക്കരുത്, അയാളുടെ ജാതി നോക്കരുത്, അയാളുടെ ഭാഷ നോക്കരുത്, അയാളുടെ മതം നോക്കരുത്, അയാൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ജനുവനാണോ എന്ന് മാത്രമേ നോക്കാവൂ. അപ്പൊ അതുകൊണ്ട് ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് അതുവരെയും രാഷ്ട്രീയമുണ്ടാകും. പക്ഷെ അതിനുശേഷം ആ മണ്ഡലത്തിലെ, ആ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ആളായിട്ട് മാറുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ
ഉൾക്കൊള്ളുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പ്രവർത്തികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് തീർച്ചയായിട്ടും പ്രചരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ജനങ്ങളെ ബോധ്യപ്പെടുന്ന അവസരത്തിൽ ആ വാമൊഴിയായിരിക്കും ഏറ്റവും വലിയ അംഗീകാരം. അതുപോലെ ഉറപ്പിക്കുവാൻ സാധ്യമല്ല. ജനങ്ങൾ സ്വയം പറയണം. ഇത് നിങ്ങൾ മുഴുവൻ വികസനവും നടത്തിയാലോ, നിങ്ങൾക്ക് അഹങ്കാരമാണെങ്കിലോ. ഈ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രാദേശിക പാർട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പറയാറുണ്ട് അവിടെ ഏറ്റവും വലിയ വികസനമാണ് നടന്നിട്ടുള്ളത്. വലിയ വികസനമാണ്, മുഖച്ഛായ തന്നെ മാറ്റി. പക്ഷേ ആ സർക്കാർ തോൽവി. അതിന്റെ കാരണം അഹങ്കാരമാണ്. കാരണം ജനങ്ങൾ തീർച്ചയായിട്ടും എന്റെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ കണ്ടിട്ട് തിരഞ്ഞെടുക്കും എന്നുള്ള ചിന്തയായി ആ പാർട്ടി പരാജയപ്പെട്ടു. അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രതിയോഗികൾ പറഞ്ഞ അഹങ്കാരം മാത്രമാണ്. അത് ജനങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ഈ അവസരത്തില് 73ാം ഭരണഘടനാ ഭേദഗതി, അതാണല്ലോ നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ മാറ്റങ്ങൾ വരുത്തി. ആ നിയമഭേദഗതിക്ക് നേതൃത്വം കൊടുത്തവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. വലിയൊരു മാറ്റമാണ്, വലിയൊരു മാറ്റം. 33% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തുകൊണ്ട്. പക്ഷെ അതിനുശേഷം ബീഹാറാണ് ആദ്യമായിട്ട് 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തത് 2006. അത് ഏതാണ്ട് 21 സംസ്ഥാനങ്ങളില് അത് നടപ്പിലാക്കിയിരിക്കുക. അപ്പൊ വികസനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് തിരുവനന്തപുരത്തിന് വേണ്ടത്, അതാണല്ലോ ചിന്തിക്കേണ്ടത്. ഈ കഴിഞ്ഞ ബഡ്ജറ്റില് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അത് കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരില് അതിനുവേണ്ടി സമീപിക്കണമെന്നാണ് എനിക്ക് പറയാൻ. ഒന്ന്, ബയോഫാർമ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് 1000 കോടി രൂപയുടെ ഒരു പദ്ധതി 5 വർഷത്തേക്ക്, 10,000 കോടി രൂപയുടെ പദ്ധതി അടുത്ത 5 വർഷത്തിലേക്ക് പ്രഖ്യാപിച്ചു. 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ, അത് തിരുവനന്തപുരത്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്, അതാണ് അതിൻ്റെ രീതി. കാരണം കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ആയുർവേദത്തിൻ്റെ രംഗത്ത് കേരളം വളരെ മുന്നിലാണ്. അതുകൊണ്ടത് കേരളത്തിൽ ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നു. മറ്റൊന്ന്, 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ, അത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റഡി സെന്ററുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ എല്ലാം തന്നെ ഉള്ള ടൗൺഷിപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞമൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി ആവശ്യപ്പെടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, സിറ്റി എക്കണോമിക് റീജിയൻ 2 ടയർ 3 ടയർ സിറ്റികൾക്ക് വേണ്ടി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5000 കോടി രൂപയാണ് ഒരു സെന്ററിന് കൊടുക്കുന്നത്, ഒരു സിറ്റിക്ക് കൊടുക്കുന്നത്. 5 വർഷം 5000 കോടി രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിനോട്, ഇതെല്ലാം ഈ വികസനം എന്ന് പറയുന്നത് നരേന്ദ്രമോദി പറയുന്നത് ഒറ്റ സർക്കാരുകളാണ്.
അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൗൺസിലർമാർ, MLA-മാർ, MP-മാർ, ഇവരെല്ലാം കൂടിയതാണ് സർക്കാർ. എല്ലായിടത്തും വികസനമുണ്ട്, എല്ലാ വാർഡിലും വികസനമുണ്ട്, എല്ലാ ഡിവിഷനിലും വികസനമുണ്ട്. അങ്ങനെയല്ലേ വികസനം ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരം സിറ്റിയുടെ ഏതാനും ഡിവിഷനുകളിൽ വികസനം, ബാക്കിയുള്ള ഡിവിഷനുകളിൽ വികസനമില്ല. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ട് വികസിച്ചു എന്ന്? അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയായിരിക്കണം ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുള്ളത് എൻ്റെ സജഷൻ, ബഹുമാനനായിട്ടുള്ള മേയറോട് പറഞ്ഞു, നാളെ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു വികസിത സിറ്റിയായിട്ട് തിരുവനന്തപുരം മാറുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കോർപ്പറേഷന് വലിയ ചെലവൊന്നും ഉണ്ടാവില്ല, കേന്ദ്ര സർക്കാരിൻ്റെ പൈസയാണ്. ഈ സോളാർ പദ്ധതികൾ ഇപ്പോൾ 1 കോടി വീടുകൾക്കാണ് കൊടുക്കുന്നത്. 1 കോടി വീടുകൾക്ക് റൂഫ് ടോപ്പ് സൂര്യഘർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ചെയ്തിട്ടുണ്ടാകാമില്ലായിരിക്കാം. ഇവിടുത്തെ ഓരോ കുടുംബങ്ങളെയും പ്രേരിപ്പിക്കുക, പരമാവധി സോളാർ എനർജി ഉപയോഗിക്കുകയാണ്. അതുപോലെ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ, അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെല്ലാം സോളാറാക്കുക. ചുരുങ്ങിയത് 40% സബ്സിഡി കേന്ദ്ര സർക്കാർ നൽകും. ഇതിന് ലോകത്തിന് ഏറ്റവും വലിയ ഉദാഹരണമുള്ളത് ഈ കേരളത്തിലാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ലോകത്തിലെ ആദ്യത്തെ സോളാർ എനർജി കൊണ്ട് ഓടുന്ന പ്രവർത്തിക്കുന്ന ആദ്യത്തെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്, നന്ദിയോടെ സ്മരിക്കുകയാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നാളെ ഒരിക്കൽ എല്ലാ വീടുകളിലും ഈ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കും. ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി ഇവിടെ ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ഈ ആധുനിക കാലത്ത് സാധിക്കുന്ന, സിറ്റിക്ക് സാധിക്കുന്ന സ്കിൽ ട്രെയിനിങ്ങുകൾ, അതുപോലെ അതുമായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇതിപ്പോൾ ഓപ്പണാണ്. കേന്ദ്ര സർക്കാർ ചുരുങ്ങിയത് 40% സബ്സിഡി കൊടുക്കുന്നു. അപ്പൊ ഈ രീതിയിൽ വികസനത്തിൻ്റെതായിട്ടുള്ള ഒരു പാത തുറക്കുന്നതിന് വേണ്ടി, അതുപോലെ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ VV രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത അന്നാണ് ഞാൻ വിളിക്കുന്നത്, NFDBയുടെ ഒരു സെന്റർ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ മിനിസ്ട്രിയിൽ നിന്നുള്ള ആദ്യത്തെ ഇതാണ് NFDB എന്ന് പറയുന്നത്, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്. അവരുടെ ഒരു സെന്റർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ NDDBയുടെ സെന്ററുമായ അവിടെ തന്നെ ആ കെട്ടിടത്തിൽ തന്നെ അനുവദിച്ചിട്ടുണ്ട്. കെട്ടിടം പണിത് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പണിയേണ്ട അവർ കൊടുത്തോളും. എല്ലാ കാര്യങ്ങളും ഈ NFDBയും അതുപോലെ തന്നെ NDDB ചെയ്തോളും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുമ്പേ രാജേഷ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ അവര് ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവരിവിടെ തന്നെ ഉണ്ടാവും. NFDB എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഫിഷറീസ് മിനിസ്ട്രിയുടെ ബാങ്ക് നന്ദിയുള്ള പറയുന്നത്, അവരിലൂടെയാണ് നബാർഡിന്റെ എല്ലാം സംവിധാനങ്ങളും ബാക്കി ലോണുകളും എല്ലാം വരുന്നത് അവരിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് 2 സ്ഥാപനങ്ങളും ഇതിനോടിടയിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ രാജേഷ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ഒരു വികസനം എന്ന് പറയുന്നത് ഓൾ ഇൻക്ലൂസീവാണ്. എപ്പോഴും ഓർക്കണം. അതായത് ഈ സമൂഹത്തിന്റെ പുറമ്പോക്കിൽ നിന്ന് മാറി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ശബ്ദം ഉയർത്തുവാൻ കഴിയാത്തവർ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ശബ്ദം ഉയർത്തുന്നവർ മാത്രമാണ്. ശബ്ദം ഉയർത്താൻ സാധിക്കാത്തവർ, അവർക്ക് വേണ്ടിയല്ലേ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്, അവരെ കണ്ടെത്തുകയല്ലേ വേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം,
അത് ഈ കോർപ്പറേഷൻ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബ്ദം ഉയർത്തുന്നവരെ അവഗണിക്കണമെന്നല്ല പറഞ്ഞത്. ശബ്ദം ഉയർത്താൻ സാധിക്കാത്ത ധാരാളം ജനങ്ങളുണ്ട്, പാവപ്പെട്ട ജനങ്ങൾ ഈ സിറ്റിയിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, അവർക്ക് സ്കിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംവിധാനം, എത്രയെത്ര സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നു. എന്റെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ വിഴിഞ്ഞത്ത് CMFRയിലെ മത്സ്യശക്തി എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യ കൃഷിയുമായിട്ട്, സംസ്കരണവുമായിട്ട്, എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങുകളും തുടങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞത്ത്. ഇനിയും ഈ തിരുവനന്തപുരം സിറ്റിയിൽ വേണമെങ്കിൽ അതുപോലെയുള്ള സ്കിൽ ട്രെയിനിങ് തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് മൈനോറിറ്റി മിനിസ്ട്രിയുടെ കീഴിലുള്ളതാണ്. കോട്ടയത്തെ IIIT തുടങ്ങിയിരിക്കുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. സാധാരണ സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ജോലി സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു സംശയം, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ താമസം എന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇറങ്ങിക്കഴിയുമ്പോഴേ ഒരു സംശയം, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട്, അല്ല ജോലി സ്ഥലത്തിരുന്നുകൊണ്ട് അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റുന്ന സംവിധാനം ഉണ്ടായാലും. അതാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഫാൻ ഓഫ് ചെയ്യാം, ഓണാക്കാം. ഈ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാം, ഓണാക്കാം. വാതിലാരെങ്കിലും നമുക്ക് തുറക്കാതെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒച്ച വെച്ച് നിങ്ങളെ അലർട്ട് ചെയ്യും. അതിനുള്ള കോഴ്സാണ് കോട്ടയത്തെ IIIT തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകൾ പാലക്കാട്ട് IITയിൽ ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള കോഴ്സ്, ഒരു കാലഘട്ടത്തിൽ സ്വപ്നമായി. അപ്പൊ അതൊക്കെ ഈ എന്തുകൊണ്ട് നമ്മുടെ ഈ കോർപ്പറേഷൻ തുടങ്ങിക്കൂടാ? നമ്മുടെ മിനിസ്റ്റർ തയ്യാറാണ്. അതുപോലെ ഡൽഹിയില് ഓഗ്മെന്റഡ് റിയാലിറ്റി ശ്രീ സത്യനാഥൻ കേട്ടിട്ടുണ്ട്, അവർക്ക് അതിനെപ്പറ്റി കൂടുതലറിയാം. നമ്മുടെ കണ്ടിട്ടില്ലേ ഈ ചാനലുകാരോട് ഫോണ് വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ അടുത്തിരിക്കുന്ന കസേര റിയലാണോ, ആ സെറ്റിയിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ല. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്ന അവസരത്തിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന പോലെ തോന്നുന്നു, ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന പോലെ അങ്ങനൊരു സംഭവം ഉണ്ടായില്ല. അത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ആധുനികമായിട്ടുള്ള സംവിധാനം. അതുപോലെ വിർച്വൽ റിയാലിറ്റി. ഞാൻ കൊച്ചിയിലൊരു സ്ഥാപനത്തിൽ കയറിയിട്ട് എന്തോ ഒരു സ്റ്റിയറിംഗ് ഒക്കെ പോലെ കാണിച്ചു. അവർ ഒരു സാധനം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ നടുക്കടലില്ല, ഐസിയിലാണ്. ബോട്ടുകൾ വരുന്നു, കപ്പൽ വരുന്നു, ഇങ്ങോട്ട് തിരിക്കും അങ്ങോട്ട് തിരിക്കും എന്നൊക്കെ അവർ പറയുന്നു. ഞാൻ തിരിക്കുന്ന അവസരത്തിൽ ഞാനിരിക്കുന്ന ബോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അതാണ് വിർച്വൽ റിയാലിറ്റി. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള കോഴ്സുകൾ, ആധുനിക യുഗത്തിന് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ. അപ്പൊ തിരുവനന്തപുരം സിറ്റിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രിയിലുണ്ട്, അത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ സ്കിൽ ട്രെയിനിങ് ഞാൻ പറഞ്ഞു വന്നാണ്, ഈ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള സ്കിൽ ട്രെയിനിങ്. ഡിഗ്രി പഠിക്കണമെന്ന് പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വലിയ വലിയ വിദ്യാഭ്യാസം നേടണം. പക്ഷെ സ്കിൽ ട്രെയിനിങ് ഇല്ലെങ്കിലും ഈ ഫോണിലിരുന്നുകൊണ്ട് കുട്ടികൾ ചെയ്യുന്നതാണ് നിൽക്കുന്നത്. ഒരു 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിലേക്ക് ഫോണൊന്ന് കൊടുത്തു പോകില്ലേ? നമ്മുടെ വലിയ കുട്ടികളെ കഴിഞ്ഞ് അവർ പെട്ടെന്ന് സ്പീഡ് ചെയ്തു തരില്ല. ആ സ്കിൽ ട്രെയിനിങ് അത് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി കോർപ്പറേഷൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് തിരുവനന്തപുരം സിറ്റിയിൽ നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ ഒത്തിരി സമയം പ്രസംഗിച്ചു വേണ്ടി ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ പോസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ്ട് എന്റെ മിനിസ്ട്രിയായിട്ട് സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഓരോ മിനിസ്ട്രിയുടെയും എടുത്തു നോക്കുകയാണ് എങ്കിൽ എന്തുമാത്രം പദ്ധതികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അതിനുവേണ്ടിയുള്ള പഠനം നടത്തണം, അത് നടപ്പിലാക്കണം അടുത്ത തലമുറയ്ക്ക്.
എൻ്റെ കൊച്ചുമോനാണ്, കൊച്ചുമോളാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്വപ്ന സാക്ഷാത്കാരമാണ് നരേന്ദ്രമോദി പറയുന്നത്. 1947 മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരമാണ്, ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി ശ്രീ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.